പതിച്ചോ പേടി. ഇതാണ് ഇരിങ്ങാലക്കുടയിലുള്ള എൻ്റെ വല്യപ്പൻ്റെ വീട്. ഇവിടുത്തെ പെരുന്നാൾ ഒരു കാണേണ്ട സംഭവം തന്നെയാണ്. ഈ വർഷം ഞങ്ങൾക്ക് വാലയം ആയതുകൊണ്ട് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചില്ല. ഞാൻ ചുമ്മാ പെരുന്നാളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ അമ്പ് കയറണതുകൊണ്ട് ഒരു അനക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കമ്പിത്തിരി മേശപ്പൂവൊക്കെ മേടിച്ചു വെച്ചു. പിന്നെ 2 ലൈറ്റ് ഇട്ടു, അത്രേ ഉള്ളൂ. ഈ മേശപ്പൂവ് എല്ലാം കത്തിച്ചു കഴിഞ്ഞിട്ട് കമ്പിത്തിരികൾ കുറെ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ചുമ്മാ കത്തിക്കണ്ടെന്നും വെച്ച് കുറച്ച് വെറൈറ്റി രീതിയിൽ കത്തിച്ച് കാട്ടിക്കൂട്ടണതാണ് ഈ കാണണത്. അങ്ങനെ കമ്പിത്തിരി ഒക്കെ കത്തിച്ചു കഴിഞ്ഞ് ഞങ്ങള് അമ്പിന്റെ ഒപ്പം ഇറങ്ങി. കുറച്ച് ദൂരം ഞങ്ങൾ അമ്പിന്റെ ഒപ്പം നടന്നു. പിന്നെ തിരിച്ച് നടന്ന് കാർ എടുത്തിട്ട് ഞങ്ങൾ നേരെ പള്ളിക്ക് വിട്ടു. ഞങ്ങൾ പള്ളിയിലെത്തിയപ്പോ ഓരോ അമ്പുകളും കേറിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞങ്ങൾ അവിടുത്തെ പള്ളി ലൈറ്റിംഗ് ഒക്കെ ഒന്ന് ചുറ്റി കണ്ട് ബാൻഡ് സെറ്റും ചെണ്ടമേളവും ഒന്ന് ആസ്വദിച്ച് ഐസ്ക്രീമും കഴിച്ചിട്ട് അവസാനത്തെ ബാൻഡ് സെറ്റും കേറണകാളും തൊട്ട് മുന്നേ ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി. പിന്നെ ഈ പെരുന്നാളിന്റെ വേറൊരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ പിണ്ടി മത്സരമാണ്. 2 ടൈപ്പ് മത്സരമാണ് നടക്കുന്നത്. ഒന്ന് പിണ്ടി ഡെക്കറേഷനും പിന്നെ ഒന്ന് പിണ്ടിയുടെ വലുപ്പം. ഓരോ വീട്ടിലും പല വെറൈറ്റി ടൈപ്പ് പിണ്ടി ഡെക്കറേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങള് അതും കൂടെ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങി കണ്ടു. ഈ തിരുപ്പൻ പിണ്ടി കൂടുതൽ വെറൈറ്റി ആയി പോയോ ഗൈസ്. പിറ്റേ ദിവസം ഞായറാഴ്ച 2 പരിപാടികളാണ് മെയിൻ. ഒന്ന് പ്രദക്ഷിണം, അത് ഞങ്ങൾ എന്തായാലും പോവാറില്ല. പിന്നെ ഒന്ന് വെടിക്കെട്ട് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ തിങ്കളാഴ്ച നടന്ന ബാൻഡ് സെറ്റ് മത്സരത്തോടെയാണ് ഈ കൊല്ലത്തെ നമ്മുടെ ഇരിങ്ങാലക്കുട പള്ളിപ്പെരുന്നാൾ കൊടിയിറക്കം.